إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, സർവാധിനാഥനായ പടച്ച റബ്ബിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ ഭയപ്പെട്ട് മരണം വരെ തഖ്വയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ പടച്ച റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ നമ്മെ എല്ലാവരെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ലാഹ് വലിയ പണ്ഡിതനാണ്, താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം ഒരിക്കൽ മക്കയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും കൂടെയുണ്ട്. ആ യാത്രയുടെ ചില രംഗങ്ങൾ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ പിന്നീട് പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഞങ്ങളുടെ യാത്രയിൽ, സുഫിയാൻ സൗരി റഹ്മഹുള്ളയുമായിട്ടുള്ള യാത്രയിൽ ധാരാളമായി സുഫിയാൻ സൗരി റഹ്മഹുള്ള കരയുകയാണ്. എന്താണ് താങ്കൾ കരയാനുള്ള കാരണം എന്ന് പലതവണ ഞാൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ചോദ്യം പോലും അദ്ദേഹം പലപ്പോഴും അങ്ങോട്ട് കേൾക്കുന്നില്ല. അത്രമാത്രം അദ്ദേഹത്തിന്റെ മനസ്സ് സങ്കടപ്പെടുകയാണ്. വീണ്ടും ഞാൻ ചോദിച്ചു, അല്ലയോ സുഫിയാൻ സൗരി, താങ്കൾ താങ്കളുടെ തിന്മകളെ കുറിച്ച് ഓർത്താണോ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മറുപടി ഒരിക്കലുമല്ല. അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ തിന്മകളെ കുറിച്ച് ഓർത്തല്ല ഞാൻ കരയുന്നത്. എന്റെ തിന്മകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ
വാഹനപ്പുറത്ത് ഒരു ചെറിയ മരക്കഷ്ണമുണ്ടായിരുന്നു. ആ മരക്കഷ്ണം എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ വലിച്ചെറിഞ്ഞ മരക്കഷ്ണത്തെക്കാൾ നിസ്സാരമായിട്ടാണ് ഞാൻ എന്റെ തിന്മയെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ തിന്മയെ നിസ്സാരമായി കാണുന്നു എന്ന അർത്ഥത്തിലല്ല, അദ്ദേഹത്തിന്റെ ജീവിതം അത്രമാത്രം സൂക്ഷ്മത നിറഞ്ഞതായിരുന്നു. ഒരു ചെറിയ തിന്മയെപ്പോലും അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും തിന്മ കടന്നു വരാതെ സൂക്ഷ്മത പാലിച്ച് ജീവിച്ചിരുന്നു സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എന്റെ തിന്മകളെ കുറിച്ച് ഓർത്ത് എനിക്ക് പേടിയില്ല, പിന്നെന്തിനാ താങ്കൾ കരയുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, എന്റെ മരണത്തിനു മുൻപായി എനിക്കേതെങ്കിലും ഒരു നിമിഷത്തിൽ ഹിദായത്തെങ്ങാനും നഷ്ടപ്പെടുമോ എന്നതാണ് എന്റെ പേടി. ഇന്നെനിക്ക് ഹിദായത്തുണ്ട്. ആ ഹിദായത്ത് മരണത്തിനു മുൻപായി ഏതെങ്കിലും നിമിഷത്തിൽ എന്റെ ജീവിതത്തിൽ നിന്നും എന്നിൽ നിന്നും അത് ഇറങ്ങിപ്പോകുമോ, അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്നതാണ് എന്റെ പേടി എന്ന് മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി പറയാണ്. ഞാൻ എന്റെ ഖുത്ബയിൽ ആമുഖമായി പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഇത് കേൾപ്പിച്ചത്, ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്മാനം എന്തെന്ന ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ പറയേണ്ടത് ഹിദായത്താണ്. അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് പ്രിയപ്പെട്ടതാണ്. മക്കൾ ഏതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നമ്മുടെ മക്കളാണ്. നമ്മുടെ സമ്പത്ത് വലിയ അനുഗ്രഹമാണ്, നമ്മുടെ ജോലിയും വലിയ അനുഗ്രഹമാണ്, നമ്മുടെ മറ്റെല്ലാ ദുനിയാവിലെ സൗകര്യങ്ങളൊക്കെയും ആരോഗ്യവും ഒക്കെ അനുഗ്രഹമാണെങ്കിൽ, വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമേതെന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് പറയാൻ ഹിദായത്ത് എന്നാണ്. ആ ഹിദായത്ത് ജീവിതത്തിൽ നിലനിർത്തുകയും അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു മരണപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കേണ്ടതും. അതാണ് എല്ലാ ഖുത്ബയുടെ ആദ്യത്തിലും നമ്മൾ കേൾക്കുന്ന ഒരു വാചകം. ഇന്നത്തെ ഖുത്ബയിലും ആമുഖമായി ഞാൻ കേൾപ്പിച്ച വാചകം അതാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രത്യേകിച്ച് അതിന്റെ അർത്ഥമൊന്നും വിശദീകരിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. അള്ളാഹു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുതേ. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയായ അദ്ദേഹം പറയുന്നത്, തവഫനി മുസ്ലിമൻ വഅൽഹിഖനി ബിസ്സാലിഹീൻ, അല്ലാഹുവേ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. എല്ലാ പ്രവാചകന്മാരും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം, വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം, അല്ലാഹുവേ എന്നെയും എന്റെ മക്കളെയും വിഗ്രഹ ആരാധനയിൽ നിന്ന്, ബഹുദൈവ ആരാധനയിൽ നിന്ന് അകറ്റി നിർത്തണമേ നാഥ. ആരായി പ്രാർത്ഥിക്കുന്നത്? വിഗ്രഹങ്ങളെ തച്ചുടച്ചതിന്റെ പേരിൽ തീക്കുണ്ടാരം ഏറ്റുവാങ്ങേണ്ടി വന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആരാണ് മക്കൾ? 2 പ്രവാചകന്മാരാണ്. ഒന്ന് ഇസ്മായിൽ നബിയാണ്, മറ്റൊന്ന് ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാം. 2 പ്രവാചകന്മാരാ. ഈ 2 പ്രവാചകന്മാരായ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇബ്രാഹിം നബി പറയുന്ന പ്രാർത്ഥന, വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം, അല്ലാഹുവേ എന്നെയും എന്റെ മക്കളെയും വിഗ്രഹ ആരാധനയെ തൊട്ട് നീ കാത്തുരക്ഷിക്കണമേ, അകറ്റി നിർത്തണമേ. നമ്മൾ ഇന്നുവരെ അത്തരമൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ മുസ്ലിമായ വാപ്പാന്റെ ഉമ്മാന്റെ മകനായി മകളായി ജനിച്ചു വീഴാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളൊക്കെ പലരും. നമ്മുടെ മക്കളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെക്കുറിച്ചോ നമ്മുടെ മക്കളെക്കുറിച്ചോ ഹിദായത്തിന്റെ വിഷയത്തിൽ ഒരു പേടിയില്ലാത്തതുപോലെയാണ് പലരുടെയും. പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന അതാണ്. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയോട് 17 പ്രാവശ്യം നിർബന്ധമായും പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഫാത്തിഹയിൽ പടച്ച റബ്ബി പ്രാർത്ഥന ഉൾപ്പെടുത്തിയത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. കണ്ടോ നിങ്ങൾ എത്ര തവണ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവേ ഹിദായത്ത് എന്ന നേരായ മാർഗത്തിലൂടെ നീ എന്നെ വഴി നടത്തേണമേ. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? കാണിച്ചു തരണേന്നല്ല,
അതിൽ എന്നെ നിലനിർത്തണേ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അല്ലാഹുവേ, ഈ ഹിദായത്തിലേക്ക് പ്രവേശിപ്പിച്ച ശേഷം നീ അതിൽ നിന്ന് എന്നെ മാറ്റിക്കളയരുതേ, ആ ഹിദായത്ത് എന്നിൽ നിന്നും നീ ഊരിയെടുക്കരുതേ എന്ന് മഹാനായ വിശ്വാസികളുടെ പ്രാർത്ഥനയായി വിശുദ്ധ ഖുർആൻ സൂറത്ത് ആല ഇംറാനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കേണ്ട, നമ്മൾ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മുടെ പേടി അതായിരിക്കണം, നമ്മുടെ ആഗ്രഹം അതായിരിക്കണം. ഹിദായത്ത് നിലനിൽക്കാനായിരിക്കണം ആഗ്രഹം. ഹിദായത്തെങ്ങാനും നഷ്ടപ്പെടുമോ എന്നതായിരിക്കണം പേടി. അതാണ് ഏറ്റവും വലിയ പേടി. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ എണ്ണിയതാണ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥാ, എന്റെ ഹൃദയത്തെ ഈ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പലപ്പോഴും, പക്ഷേ അതിന്റെ അർത്ഥം, അതിന്റെ ഗൗരവം മനസ്സിലാക്കി ആ പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് പുറത്തു വരാറുണ്ടോ എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ പ്രാർത്ഥനയിൽ, അതുകൊണ്ടാണ് മുൻഗാമികളുടെ പ്രാർത്ഥനയിൽ, അവരുടെ ആഗ്രഹങ്ങളിലൊക്കെ ഹിദായത്തിന് വലിയ സ്ഥാനം വരാനുള്ള കാരണം. ഞാൻ പറഞ്ഞല്ലോ, മറ്റെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ്. അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ വീട്, നമ്മുടെ ജോലി, എല്ലാം പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു തന്ന വലിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ അനുഗ്രഹം ഏതെന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് ഹിദായത്താണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിദായത്ത് കൂടിയും കുറഞ്ഞും ഇരിക്കും, എപ്പോഴും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ഈമാൻ എപ്പോഴും, ഹിദായത്ത് എന്ന് ഉദ്ദേശിച്ചത് ഈമാൻ എപ്പോഴും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ ഇനി ഖുത്ബ കേൾക്കുന്ന സമയത്തും പറയുന്ന സമയത്തും നമുക്കുണ്ടാകുന്ന ഒരു ഈമാനുണ്ട്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് പോയി, കുടുംബത്തിലേക്ക് പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേറ്റക്കുറച്ചിലുണ്ടാകും. സ്വാഭാവികമാണ്. അൽ ഈമാനു യൻഖുസു വയസീദു. അത് കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കും, പക്ഷെ നഷ്ടപ്പെടരുത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഒരു താക്കീതുണ്ട്, ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. രാവിലെ മുഅ്മിനായ മനുഷ്യൻ വൈകുന്നേരം കാഫിറാകുന്നു, കാഫിറായ മനുഷ്യൻ വൈകുന്നേരം, കാഫിറായ മനുഷ്യൻ രാവിലെ മുഅ്മിനാകുന്നു. അല്ലേ? ഇത് നഷ്ടപ്പെടരുത് എന്നതുകൊണ്ടാണ് ഒരു താക്കീതായി മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇന്ന് എക്സ് മുസ്ലിമീങ്ങൾ വർദ്ധിക്കുകയാണ്. നമ്മൾ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? ലിബറലിസം, അതേപോലെയുള്ള ചിന്തകളും അതേപോലെയുള്ള വാദങ്ങളുമൊക്കെയായി കടന്നു വരുന്നവരാരാ? ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഇനിയാനും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയായി ഈ എറണാകുളത്ത് നടന്ന ചില പ്രകടനങ്ങൾ വീഡിയോകളിലൂടെ നമ്മൾ കണ്ടു. മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞ് അതിന്റെ മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചു കൊടുത്തവൾ ആരാ? മുസ്ലിമായ വാപ്പാന്റെ ഉമ്മാന്റെ മകളായി പിറന്നവളാ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. യാതൊരു പ്രയാസമില്ല പൊട്ടുതൊട്ട് നടക്കാൻ. തട്ടമിട്ട ഉമ്മയുടെ മകളായി, മകനായി ജനിച്ചു വീഴാൻ ഭാഗ്യം ലഭിച്ചിട്ട് പൊട്ടുതൊട്ട മകളായി നടക്കുമ്പോ പേടിയില്ലേ നമുക്ക്? നമ്മൾ ഭയപ്പെടണ്ടേ? ഇതിന്റെ മുന്നിലാരാ? ഇന്നലെയും ഇനിയാതുമൊക്കെയായി വലിയ ചർച്ചയല്ലേ? വിശുദ്ധ ഖുർആനിലെ വാചകങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ എടുത്ത് തെറ്റിദ്ധരിപ്പിച്ചത് ആരാ? ഒരു മുസ്ലിമായി ജനിച്ചു വീണ മനുഷ്യനല്ല. മുസ്ലിമായി ജനിച്ചു വീണ്, മുസ്ലിമായി പിറന്ന്, മുസ്ലിമായി കോളേജിൽ പഠിക്കുന്ന സമയത്ത് തഹജ്ജുദിന് പോലും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിന്റെ ജൂനിയറായി പഠിച്ച ഒരു ഡോക്ടറെ പരിചയപ്പെട്ടു. അപ്പൊ പറയുന്നത്, മഹാരാജാസ് കോളേജിൽ തഹജ്ജുദിന് പോലും, കൃത്യമായി ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് പോലും അതുമായി ബന്ധപ്പെട്ട അത്രയേറെ സൂക്ഷ്മത പാലിച്ച ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പേരൊന്നും പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? അദ്ദേഹത്തെ കുറിച്ച് പറയാനൊന്നുമല്ല, ഇത്രമാത്രം സൂക്ഷ്മതയിൽ ജീവിച്ച മനുഷ്യനിൽ നിന്നും അത്തരം ഒരു ഹിദായത്ത് പടച്ച റബ്ബ് എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ, സ്വന്തം ഉമ്മ മരണപ്പെട്ട സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞ വാചകം എന്താ? ഞാനത് പറയുന്നത് നമ്മൾ പേടിക്കണം. പുതിയ തലമുറ പ്രത്യേകിച്ച് വളർന്നു വരുമ്പോ, കോളേജ് ക്യാമ്പസുകളിലേക്കൊക്കെ പോകുമ്പോ നമ്മുടെ മക്കൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ഇത്തരത്തിലുള്ള മീഡിയകളിലൂടെ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ, ചർച്ചകൾ ശ്രദ്ധിക്കുന്നതുമൊക്കെ ഇതാണ്. അവിടെയാണ് ഹിദായത്തിന്റെ പ്രാധാന്യവും ഇത് നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയും സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി ഹിദായത്ത് നിലനിൽക്കാൻ ആവശ്യമായ കാരണങ്ങളെ എണ്ണിപ്പഠിപ്പിച്ചിട്ടുണ്ട്.
പ്രവാചകന്റെ ഹദീസും അള്ളാഹുവിന്റെ ഖുർആനും മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്, ഹിദായത്തിൽ നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ധാരാളമായി ഉപദേശങ്ങൾ കേൾക്കുക എന്ന് തന്നെയാണ്. ഇന്നതൊക്കെ ഒരു രണ്ടാം തരായി കഴിഞ്ഞു. അങ്ങനെയാണല്ലോ, ഉപദേശങ്ങൾ കേൾക്കെ, അല്ലെങ്കിൽ ഒരു ഖുതുബ കേൾക്കെ, അല്ലെങ്കിൽ ഒരു പ്രസംഗം കേൾക്കെ, എല്ലാം ഷോർട്സിന്റെ കാലാണ്. 1-2 മിനിറ്റിലപ്പുറം കേൾക്കാൻ കഴിയുന്നില്ല. സംസാരിക്കുന്നവരെ ഖുർആനോദി, ആയത്തുകളോദി, ഹദീസുകളോദി ഉത്ബോധിപ്പിക്കുമ്പോ അതൊന്നും ഒരു താല്പര്യമില്ലാത്ത രൂപത്തിലേക്ക് പോവാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വദക്കിറു ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനൂൻ, തൻഫഉൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആനിന്റെ വാചകമാണ്. നിങ്ങൾ ഉത്ബോധിപ്പിക്കൽ, ഉപദേശിക്കൽ, വിശ്വാസികളായ ആളുകൾക്ക് അത് ഉപകാരപ്പെടുമെന്നാണ്. ഉത്ബോധനം കേൾക്കണം. ഇന്ന് ഒരുപാട് മേഖലകളുണ്ട്, ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്, ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എത്രയോ സ്ഥലങ്ങളിലെ നടക്കുന്ന ഖുതുബകൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് പാട്ടും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഒരല്പെങ്കിലും കുറച്ച് മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു MP3 നമ്മുടെ കാറിൽ, എല്ലാ സംവിധാനങ്ങളുണ്ട്. കേബിൾ പോലും കണക്ട് ചെയ്യേണ്ട ബ്ലൂടൂത്ത് സംവിധാനങ്ങളുണ്ട്. നമ്മുടെ മക്കൾ അത് കേൾക്കട്ടെ. കുറച്ചു നേരം, ഒരു 10 മിനിറ്റ് മതി, അതിലേറെ വേണ്ട. ഇടയ്ക്കിടെ കേൾക്കട്ടെ ലഹരിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതുപോലെ ഹിദായത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ. കാരണം പുതിയ തലമുറ പ്രത്യേകിച്ച് അത്തരം ഒരു മേഖലയിലാണ്. അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ധാരാളമായി തൗബകൾ വർദ്ധിപ്പിക്കുക. തൗബ വർദ്ധിപ്പിക്കുക. കുറെ തെറ്റൊന്നും ചെയ്തിട്ടല്ല തൗബ ചെയ്യേണ്ടത്. നമ്മൾ വിചാരിച്ച അങ്ങനെയാണ്, ഞാനിപ്പോ തൗബ ചെയ്യാൻ മാത്രം അത്ര വലിയ തെറ്റൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ എന്നാണ്. അങ്ങനെയല്ല, ധാരാളമായി തൗബകൾ ചെയ്യാം. വഅനീബു ഇലാ റബ്ബിക്കും, അല്ലാഹുവിലേക്ക് നിങ്ങൾ ആത്മാർത്ഥമായി മടങ്ങി. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, വിശ്വാസികളെ നിങ്ങൾ ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുവിൻ. ആരെ വിളിച്ചത്? കുറെ തെറ്റുകൾ ചെയ്യുന്നവരെ നല്ല അല്ലാഹു വിളിച്ചത്. ആരെ? യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, വിശ്വാസികളെ നിങ്ങൾ തൗബ ചെയ്യണമെന്നാണ്. ധാരാളമായി നമ്മൾ തൗബ ചെയ്യുക. അതോടൊപ്പം പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞു, ഖിറാഅത്തുൽ ഖുർആൻ, ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യാം. വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഹിദായത്ത് നിലനിൽക്കാൻ കാരണമാകുമെന്നാണ്. നമ്മുടെ നേരായ മാർഗത്തിലേക്ക് ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, ധാരാളമായി കേട്ട് പരിചയമുള്ള ഒരു ആയത്തിന്റെ ഒരു ശകലമാണ്. ഏറ്റവും നേരായ മാർഗത്തിലേക്ക്, യഥാർത്ഥ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് ഖുർആൻ നിങ്ങളെ നയിക്കും. ഖുർആൻ സ്ഥിരമായിട്ടോതാ നമ്മുടെ വീട്ടില്. സുബഹിക്ക് ശേഷം നിസ്കരിക്കാനൊക്കെ വരുമ്പോ, നിസ്കരിച്ച ശേഷം ഒരു 2 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ ഒന്ന് ഖുർആൻ ഓതാ. വീട്ടിൽ മക്കളോട് പറയാ, കുടുംബത്തോട് പറയാ. അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അതേപോലെ തന്നെ പണ്ഡിതന്മാര് പറഞ്ഞു, ജിഹാദ് നടത്തണം, ജിഹാദ് ചെയ്യണം. നമ്മൾ വിചാരിച്ചു ജിഹാദ് എന്ന പദം കേൾക്കുമ്പോഴേക്കും സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിച്ചൊരു ജിഹാദ് എന്ന പദം ഉണ്ടല്ലോ, അതുമാത്രം നമ്മളെ മനസ്സിലേക്ക് വരാം അല്ലെ? ആ ജിഹാദിനെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറിച്ച് പണ്ഡിതന്മാർ ഇവിടെ എണ്ണിയ ജിഹാദ് എന്ന് പറഞ്ഞാൽ മുജാഹദത്തുൽ അബ്ദി ഹവാ, തന്നിഷ്ടത്തോടുള്ള പൊരുതലാണ്. കുറെ ആഗ്രഹങ്ങളാണ് മനസ്സിൽ, കുറെ ആഗ്രഹങ്ങൾ മനസ്സിൽ വരും. കാണാത്തത് കാണാൻ, പറയാത്തത് പറയാൻ, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാൻ. അതൊക്കെ പൈശാചികമായ ചിന്തകൾ മനസ്സിലേക്ക് പിശാച് ഇട്ടുതരും. അവിടെ നമ്മൾ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാനിടണം. ഫഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ഖുർആന്റെ വാചകമാണ്. നിങ്ങൾ മനസ്സിന് കടിഞ്ഞാനിടണം. എന്തിന്? നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടവനാണ് ഞാൻ. അല്ലാഹു ചോദിക്കും, അല്ലാഹു പറയും, അല്ലാഹു കാണിക്കും. അവർക്കാണ് സ്വർഗം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഹിദായത്ത് നിലനിൽക്കാൻ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞ അടുത്ത ഒരു കാര്യം എന്താണെന്നറിയോ? ഏറ്റവും നല്ല കൂട്ടുകെട്ടുണ്ടാവും. ഞാൻ ഓരോന്നിനും ഉദ്ധരിച്ച ആയത്തുകളും ഹദീസുകളൊന്നും പറയുന്നില്ല, ചില കാര്യങ്ങൾ എണ്ണി പറഞ്ഞ് അവസാനിപ്പിക്കാൻ. നല്ല കൂട്ടുകെട്ടുണ്ടാവാം. നമുക്കൊന്ന് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമ്മൾ കാണാത്ത ഈ മനുഷ്യന്മാരാണ് കൂടുതൽ നമുക്ക് ഫ്രണ്ട്സ്. എത്ര 5000 ഫ്രണ്ട്സ് ഉണ്ടെന്നാ ഫേസ്ബുക്കിൽ അല്ലെ? അപ്പുറത്ത് ഇത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അരുതാത്തത് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അത് പറ്റൂലടാ, അത് ശരിയല്ലടാ എന്ന് നമ്മെ ഉപദേശിക്കുന്ന നല്ല കൂട്ടുകാർ, സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മെ ചേർത്ത് പിടിക്കുന്ന കൂട്ടുകാർ,
അങ്ങനെ നല്ല കൂട്ടുകാരെ നമ്മൾ സമ്പാദിക്കുക. അതേപോലെ തന്നെ ത്വാഅത്തു റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ പൂർണ്ണമായും അനുസരിക്കുക. നിസ്കാരത്തിന്റെ വിഷയത്തിലോ നോമ്പിന്റെ വിഷയത്തിലോ ഹജ്ജിന്റെ വിഷയത്തിലോ മാത്രമല്ല മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അംഗീകരിക്കേണ്ടത്. അവിടെ മാത്രമല്ല, നമുക്ക് അങ്ങനെയാണ് കൈകെട്ടുന്ന വിഷയത്തിൽ ശരി നിർബന്ധമാണ്. പ്രവാചകൻ എങ്ങനെ കൈകെട്ടിയോ അവിടെ കൈകെട്ടണം. പ്രവാചകൻ എങ്ങനെ റുക്കൂ ചെയ്തോ, പ്രവാചകൻ എങ്ങനെ മയ്യിത്ത് നിസ്കരിച്ചോ, പ്രവാചകൻ എങ്ങനെ ഹജ്ജ് ചെയ്തോ, അതൊക്കെ ജീവിതത്തിൽ ഭാഗമാണ്, നിർബന്ധമാണ്. എന്നാൽ അവിടെ മാത്രമല്ല എന്നാ പറഞ്ഞതിനർത്ഥം. അതിൽ മാത്രം അവസാനിപ്പിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ മുണ്ടുടുക്കാൻ പറഞ്ഞത്, ഡ്രസ്സ് ധരിക്കാൻ പറഞ്ഞത്, അതുപോലെ ഡ്രസ്സ് ധരിക്കാൻ കഴിയണം. പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞാൽ, വിശ്വാസത്തിന്റെ കാര്യമാണെങ്കിൽ, പരലോകത്തിന്റെ കാര്യമാണെങ്കിൽ, ഖബറിന്റെ കാര്യമാണെങ്കിൽ, ജീവിതത്തിന്റെ കാര്യമാണെങ്കിൽ, മനസ്സാ വാചാ കർമ്മണ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അനുസരിക്കണം. സുന്നത്തുകൾ ജീവിതത്തിന്റെ ഭാഗമാകണം. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ബിസ്മില്ല പറയാൻ മറക്കരുത്. അത് അല്ലാഹുവിന്റെ പ്രവാചകൻ അനുസരിക്കല. വലത് കൈ കൊണ്ട് തിന്നലും വലത് കൈ കൊണ്ട് കുടിക്കലും മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിപ്പിക്കല. പല ആളുകളും വലത് കൈ കൊണ്ട് തിന്നും ഇടത് കൈ കൊണ്ട് കുടിക്കും. അല്ലേ? ശരിയല്ല. ഇന്ന ശൈത്വാന ലയഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി. തിന്നുന്നതും കുടിക്കുന്നതും ഇടത് കൈ കൊണ്ടാക്കുക എന്നത് അത് പിശാചിന്റെ മാർഗമാണ്. അപ്പൊ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ രംഗത്തും നമ്മൾ അനുസരിക്കണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ദുആ ചെയ്യണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്. ഈ പ്രാർത്ഥന ആരെങ്കിലും പറഞ്ഞാൽ മലക്കുകൾ പറയുമെന്നാണ്. അവിടുന്ന് മലക്കുകൾ പറയും, ഹുദീത വകുഫീത വഉഖീത്. ഹുദീത, നിനക്ക് ഹിദായത്ത് കിട്ടിക്കഴിഞ്ഞു, നേരായ മാർഗം നിന്റെ ശരിയായി കഴിഞ്ഞു. ഈ ദുആ ചൊല്ലിയാൽ നമുക്ക് വേണ്ടി മാലാഖമാർ പറയും എന്ന് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇങ്ങനെ സഹോദരങ്ങളെ, ഹിദായത്ത് നിലനിൽക്കുകയും നിലനിർത്തുകയും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ തീർച്ചയാണ് നാളെ സന്തോഷത്തോടുകൂടെ പടച്ചറബിലേക്ക് യാത്രയാവാൻ നമുക്ക് സാധിക്കും. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഹിദായത്ത് നിലനിർത്താൻ നിരന്തരമായി പ്രാർത്ഥിക്കണം. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇതാണ്: അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി, അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണമേ. അല്ലാഹുമ്മ ഹ്ദിനി, നീ എനിക്ക് ഹിദായത്ത് നൽകണമേ. വസദ്ദിദ്നി, അല്ലാഹുവേ, എല്ലാ കാര്യത്തിലും നീ ഞങ്ങൾക്ക് നേരായ മാർഗത്തിലൂടെ നയിക്കാൻ, നേരിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ എന്ന്. നാം എത്ര സംവിധാനങ്ങൾ ഒരുക്കിയാലും അല്ലാഹുവിന്റെ തൗഫീഖില്ലേ, പ്രത്യേകിച്ച് അതിലൂടെ യാത്ര ചെയ്യാൻ നമുക്ക് കഴിയില്ല. അത് ദീന്റെ കാര്യമായാലും ഭൗതികമായാലും ആത്മീയായാലും അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. നമ്മളെല്ലാം ഒരുക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു പ്രശ്നം അതാണ്. നമ്മളെല്ലാം ഒരുക്കും, എല്ലാ സംവിധാനങ്ങളും ഒരുക്കും, പക്ഷെ ഒന്ന് കാറിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന പോലും നമ്മൾ മറക്കാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ. എല്ലാവർക്കും അറിയാം, പക്ഷെ മറക്കാണ്. നല്ല കാറാണ്, നല്ല വില കൂടിയ കാറാണ്, നല്ല സംവിധാനങ്ങളാണ്, പക്ഷേ പ്രാർത്ഥന മറക്കാണ്. അലി റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി, അല്ലാഹുമ്മ ഹ്ദിനി വയസ്സിർ ഹുദായ ഇലയ്യ. അല്ലാഹുവേ, നീ എനിക്ക് സന്മാർഗം നൽകണമേ. വയസ്സിർ ഹുദായ ഇലയ്യ, നീ എനിക്ക് സന്മാർഗം എളുപ്പമാക്കി തരണമേ. ഹിദായത്ത് എളുപ്പമാക്കി തരണേ. ഈ ദീൻ നമുക്ക് എളുപ്പമാക്കി, നമുക്ക് നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നണം. എന്നും ഒരു കുടുസാണ് ദീൻ എന്ന് പറഞ്ഞാൽ. പിന്നെ അങ്ങനത്തെ ഒരു ചിന്ത ഇബ്ലീസ് നമ്മുടെ മനസ്സിൽ കിട്ടുവരും. അത് കാണാൻ പാടില്ല, ഇത് കേൾക്കാൻ പാടില്ല, അല്ലേ? ഏതാ കാണാൻ പാടില്ല എന്ന് പറഞ്ഞത് നമുക്ക് നന്മയായിട്ടുള്ളതാണ്. ഏതാ കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് നമുക്ക് നന്മയായിട്ടുള്ളതാണ്.
അപ്പോ ദീനിനെ നമുക്ക് എളുപ്പമാക്കി തരാൻ, ആ ഹിദായത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ, ഹിദായത്ത് മരണം വരെ നിലനിൽക്കാൻ അള്ളാഹുവോട് ദുആ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഹിദായത്ത് നിലനിർത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും മാതാപിതാക്കളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് തിന്മകൾ, തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, അള്ളാഹുവേ നീ അവർക്ക് സ്വർഗം നൽകണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, അവരുടെ ബർസഖി ജീവിതത്തിൽ നീ സന്തോഷം നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് നീ സന്തോഷിപ്പിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, നാളെ അത്തരം ഒരു അവസ്ഥയിൽ ഞങ്ങൾ എത്തുമ്പോൾ ഞങ്ങളുടെ ബർസഖി ജീവിതവും നീ സന്തോഷത്തിലാക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ രോഗം കൊണ്ടും പ്രായം കൊണ്ടും പ്രയാസപ്പെടുന്നവർ എല്ലാ അർത്ഥത്തിലും നാഥ നീ അവർക്ക് സമാധാനം നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിലും മക്കളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, എല്ലാവിധ പിശാചിന്റെ ഷെറിൽ നിന്നും നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മക്കളെയും ഞങ്ങളുടെ തലമുറകളെയും നീ കാത്തു സംരക്ഷിക്കണമേ റഹ്മാനെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. മരണത്തിന് മുൻപായി എല്ലാ കടങ്ങളും വീട്ടി കടക്കാരനല്ലാത്ത രൂപത്തിൽ നിന്നെ കണ്ടുമുട്ടാനുള്ള മഹാസൗഭാഗ്യം റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. വീടില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്. അള്ളാഹുവേ, അവർക്ക് നീ വീട് നൽകണമേ റഹ്മാനെ. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുന്നവരുണ്ട്. അത്തരം പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഞങ്ങളുടെയും അവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.